Welcome to BSc Main Physics, BSc Main Chemistry and Mathematics students, and this is Complementary Physics. Complementary Physics Semester 2, Paper Thermal Physics. Complementary Physics for BSc Main Chemistry and Mathematics. Unit 2, Transmission of Heat. Paper is Thermal Physics, and today's topic is least disk method. Least disk apparatus, Semester 2, Class number 6. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റാണ് തെർമൽ ഫിസിക്സിലെ കണ്ടക്ഷനിലെ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ് പറയുന്നത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് എന്നാണ്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് കെ ഓഫ് എ ബാഡ് കണ്ടക്ടർ, എ പുവർ കണ്ടക്ടർ. Experimental determination of thermal conductivity of a bad conductor, the least disk method. The apparatus is called least disk, and this is also important for your practicals. ഇപ്പോൾ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് കെ കണ്ടുപിടിക്കാൻ, കെ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി, അത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട്, അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഈ ഡയഗ്രത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കുക. ഒരു സ്റ്റാൻഡിൽ ഒരു ലോവർ ഡിസ്ക് ഡി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ അപ്പർ ഡിസ്ക് ബി വെച്ചിരിക്കുക. ബ്രാസ് ഡിസ്ക്കാണ്. ബ്രാസ് ഡിസ്ക് ഒരു 5 സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഡയമീറ്ററൊക്കെ വരുന്ന ഒരു ബ്രാസ് ഡിസ്ക്കാണ് ആ ഡിയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സി എന്ന് പറയുന്ന ഒരു ബാഡ് കണ്ടക്ടറുണ്ട്. കാർഡ്ബോർഡോ മൈക്ക ഷീറ്റോ റബ്ബർ ഷീറ്റോ ഒക്കെ ആകാം. സർക്കുലർ ഷേപ്പാണ്, എല്ലാത്തിനും സിലിണ്ടറിക്കലാണ്. ആ ബാഡ് കണ്ടക്ടർ സിയുടെ തെർമൽ കണ്ടക്ടിവിറ്റിയെ കാണുന്ന പരീക്ഷണമാണ് ഇത്. ഈ ബി എന്ന് പറഞ്ഞ അപ്പർ ഡിസ്കിൻ്റെ കൂടെ ഒരു സ്റ്റീം ചേമ്പറുണ്ട്. ആ സ്റ്റീം ചേമ്പറിനകത്ത് കൂടി സ്റ്റീം സർക്കുലേറ്റ് ചെയ്യും. ആ സർക്കുലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്റ്റാൻഡിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഈ ടേബിളിൽ നിന്ന് കുറച്ച് പൊക്കത്തിലായിട്ട് ഒരു സ്റ്റാൻഡിൽ ആ കാണുന്ന പോലെ സസ്പെൻഡ് ചെയ്യും. ഡിസ്ക് ബിയിലും ഡിസ്ക് ഡിയിലും 2 ഹോൾസ് ഉണ്ട്, റേഡിയൽ ഹോൾസ്. അതിനകത്തേക്ക് തെർമോമീറ്റർ തിരികെ വെച്ചിരിക്കുകയാണ്. T1 T2 തെർമോമീറ്റേഴ്സ്. ആ T1 കാണിക്കുന്നത് ഉയർന്ന ടെമ്പറേച്ചർ ആയിരിക്കും സ്റ്റഡി സ്റ്റേറ്റിൽ. T2 കാണിക്കുന്നത് അല്പം കൂടി ഒരു 4-5 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം കാർഡ്ബോർഡിലെ ഹീറ്റ് കടന്നിട്ട് വേണം ലോവർ ഡിസ്ക് ചൂടാകാൻ. അപ്പോൾ എപ്പോഴും ആ 2 ഡിസ്കുകൾ തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇതാണ് അപ്പാരറ്റസ്. The apparatus, the least disk consists of a heavy brass disk D upon which another brass disk B is kept. In between there is a circular, thin, bad conductor, rubber sheet, mica sheet or ebonite sheet, plastic. And just above the disk B there is a steam chamber through which steam is regulated. All are circular in shape. The diameter is about 10 to 12 centimeter. It is written here BD brass discs. You see the figure. BD brass discs, C circular disc. The bad conductor specimen, T1 and T2 are thermometers. ഇതാണ് apparatus. അപ്പോൾ അപ്പാരറ്റസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഇനി പറയുന്നത്. This method is used to determine the thermal conductivity of a bad conductor like rubber, mica, paper, etc. റബ്ബർ, മൈക്ക, പേപ്പർ പോലെയുള്ള ഒരു ബാഡ് കണ്ടക്ടറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന അപ്പാരറ്റസ് ആണ് ഇത്. റബ്ബർ, മൈക്ക, പേപ്പർ പോലെയുള്ള ഒരു എബ്ലൈറ്റ് ഡിസ്ക് പോലെയുള്ള ഒരു ബാഡ് കണ്ടക്ടറിൻ്റെ കെ തെർമൽ കണ്ടക്ടിവിറ്റി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന അപ്പാരറ്റസ് ആണ് ലീസ്റ്റ് ഡിസ്ക്. The specimen is taken in the form of a thin uniform circular disc C and kept pressed between 2 heavy brass discs. 2 ബ്രാസ് ഡിസ്ക്സ് BD അവയ്ക്കിടയ്ക്കാണ് ഈ സ്പെസിമൻ, ഈ റബ്ബർ എന്ന് പറയുന്ന ബാഡ് കണ്ടക്ടർ സർക്കുലർ, അത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. BCD have the same diameter. The top disk B is fitted with the steam chamber A through which steam can be passed.
thermometers T1 and T2 are inserted in the two radial holes. രണ്ട് തെർമോമീറ്റേഴ്സ് നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ T1 T2 ആ ഡിസ്കുകളുടെ റേഡിയൽ ഹോൾസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. Steam is passed through the steam chamber for a pretty long time till steady state is reached. സ്റ്റീം പിന്നെ ഏതാനും സമയത്തേക്ക് പാസ് ചെയ്യണം, സ്റ്റഡി സ്റ്റേറ്റ് വരുന്നത് വരെ. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ്? ടിൽ ഇത് തെർമോമീറ്റേഴ്സ് T1 and T2 ഷോ സ്റ്റഡി റീഡിങ്സ്. ഇപ്പോൾ രണ്ട് തെർമോമീറ്ററും നമ്മൾ ചൂടാക്കാൻ തുടങ്ങുമ്പോൾ, സ്റ്റീം പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടെമ്പറേച്ചർ വർധനവ് തെർമോമീറ്റർ കാണിക്കും. ഒരു പ്രത്യേക സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് തെർമോമീറ്റർ സ്റ്റഡി സ്റ്റേറ്റ് കാണിക്കും. ഇപ്പോൾ T1 തെർമോമീറ്റർ ഒരു 98 കാണിക്കുകയാണെങ്കിൽ T2 കാണിക്കുന്നത് ഒരു 92 90 ഒക്കെ ആയിരിക്കും. T1 and T2 show steady readings. Heat is conducted from A to B, from B to A, through the bad B to D, upper disk B നിന്ന് lower disk D ലേക്ക്, B to D through the bad conductor C. When steady state is reached, ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തെർമോമീറ്റർ സ്റ്റഡി റീഡിങ് കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സ്റ്റഡി റീഡിംഗ് എന്ന് പറഞ്ഞാൽ സെയിം റീഡിംഗ് അല്ല. അപ്പോൾ തെർമോമീറ്റർ ഹൈ ടെമ്പറേച്ചറും ഓരോ 4-5 ഡിഗ്രി താഴെയായിരിക്കും ലോവർ തെർമോമീറ്റർ T2 കാണിക്കുക. When steady state is reached, heat conducted through the band conductor is radiated by the disk D. Let the T1 and T2 be the steady temperatures of the thermometers. Let R be the radius and D the thickness of the specimen. Then the mass M of the lower disk D and its specific heat C are determined. മാസ് എമ്മും സ്പെസിഫിക് ഹീറ്റ് സിയും കണ്ടുപിടിക്കണം ഡിസ്കിൻ്റെ. Then the thermal conductivity of the bad conductor can be calculated by the equation. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഇനി പറയുന്നത് പോലെ കണ്ടുപിടിക്കുക. ഇതാണ് ഇക്വേഷൻ. തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ബാഡ് കണ്ടക്ടറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. K/PR², T1 - T2 by D = MC dt by dt. ഇക്വേഷൻ നോക്കുക. K/πr², ക്യാപിറ്റൽ R² ആണ്. πr² T1 - T2 by D = MC dt by dt. In this equation, dt by dt is the rate of cooling of the lower disk, which is measured separately. അപ്പോൾ ഇതിനകത്ത് dt by dt താഴെയുള്ള ഡിസ്ക് ഡിയുടെ റേറ്റ് ഓഫ് കൂളിംഗ് ആണ്. ബാക്കി എല്ലാ വാല്യൂ നമുക്കറിയാവുന്നതാണ്. R എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമിൻ്റെ റേഡിയസ്. T1 T2 ആ രണ്ട് തെർമോമീറ്റേഴ്സ് കാണിക്കുന്ന സ്റ്റഡി റീഡിങ്സ് ആണ്. D എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. M ലോവർ ഡിസ്ക് ഡിയുടെ മാസാണ്. C അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. dt by dt വിളിക്കുന്ന പേരാണ് ഈ സ്റ്റഡി സ്റ്റേറ്റിൽ ലോവർ ഡിസ്കിൻ്റെ റേറ്റ് ഓഫ് കൂളിംഗ്. അപ്പോൾ ഇതിന് ഈ എക്സ്പെരിമെൻറ്റിന് ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് dt by dt റേറ്റ് ഓഫ് കൂളിംഗ് കാണുന്ന പാർട്ടാണ്. റേറ്റ് ഓഫ് കൂളിംഗ് കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് വിളിക്കുക. അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം. ഈ ലോ ഡിസ്ക് മാത്രം ചൂടാക്കി നമ്മൾ സസ്പെൻഡ് ചെയ്യണം. അതായത് കാർഡ്ബോർഡ് ഇരിക്കുമ്പോൾ ലോവർ ഡിസ്ക് കാണിക്കുന്നത് ചിലപ്പോൾ 90 ഒക്കെ ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു. കാർഡ്ബോർഡ് മാറ്റണം. എന്നിട്ട് ലോവർ ഡിസ്കുമായിട്ട് അപ്പർ ഡിസ്ക് നേരിട്ട് കോണ്ടാക്റ്റിൽ വെക്കണം. അപ്പോൾ ലോവർ ഡിസ്കും പെട്ടെന്ന് ചൂടാകും. നേരത്തെ 90 ആണെങ്കിൽ ഇപ്പോൾ ഒരു 98 ഒക്കെ വരാം. എന്നിട്ട് അപ്പർ ഡിസ്ക് മാറ്റണം. ലോവർ ഡിസ്ക് തനിച്ച് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യണം. അത് കൂൾ ചെയ്യാൻ അനുവദിക്കണം. അതിനകത്തേക്ക് അതിൻ്റെ റേഡിയൽ ഹോളിൽ ഒരു തെർമോമീറ്റർ തീ തിരികണം. ഒരു തെർമോമീറ്റർ വെച്ചിട്ട് വേണം. തെർമോമീറ്ററാണ് തീ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലോവർ ഡിസ്ക് റേറ്റ് ഓഫ് കൂളിംഗ് കണ്ടുപിടിക്കാൻ
ലോവർ ഡിസ്കിൻ്റെ റേറ്റ് ഓഫ് കൂളിംഗ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ? ആ കാർഡ് ബോർഡ് വലിച്ചു മാറ്റിയിട്ട് അപ്പർ ഡിസ്കും ലോവർ ഡിസ്കും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒരു നേരത്തെ കിട്ടിയ സ്റ്റഡിയുടെ T2വിൻ്റെ ഒരു 4-5 ഡിഗ്രി മുകളിൽ വരുന്നത് പോലെ നമുക്കിവിടെ ടെമ്പറേച്ചർ വരണം. എന്നിട്ട് സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് തണുക്കുമ്പോൾ റേറ്റ് ഓഫ് കൂളിംഗ് ഓരോ അര മിനിറ്റ് ഇടവിട്ട് ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. തെർമോമീറ്റർ റീഡിങ് നോട്ട് ചെയ്യണം. അതാണ് ഇനി പറയുന്ന കാര്യം. എന്നിട്ടൊരു ഗ്രാഫ് വരക്കണം. ഗ്രാഫ് ആ സ്റ്റഡി നമ്മളിങ്ങനെ ലോവർ ഡിസ്ക് ചൂടാക്കിയിട്ട് ഓരോ അര മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഒരു അര മിനിറ്റ് കഴിയുമ്പോൾ ടെമ്പറേച്ചർ താന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ വൈ ആക്സിൽ ടെമ്പറേച്ചറും എക്സ് ആക്സിൽ ടൈം എടുത്ത് ടൈം ഇവിടെ മിനിറ്റിൽ എഴുതാം. പക്ഷേ കാൽക്കുലേഷൻ വരുമ്പോൾ സെക്കൻഡിലാക്കേണ്ടി വരും. എല്ലാ കാൽക്കുലേഷൻ നമ്മൾ സെക്കൻഡിലാണ് ചെയ്യണത്. അപ്പോൾ ഈ പാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഗ്രാഫ് ശരിക്കും വരയ്ക്കണം. എന്നിട്ട് ഓർക്കണം ടെമ്പറേച്ചർ വൈ ആക്സിസിൽ, ടൈം എക്സ് ആക്സിൽ. ആദ്യം കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും. സമയം കഴിയും തോറും ഇങ്ങനെ ടെമ്പറേച്ചർ കുറയുന്നത് കാണാം. അതാണ് ഗ്രാഫ് ഒരു കർവായിട്ട് ഇങ്ങനെ താഴോട്ട് ഫാളിങ് കർവായിട്ട് കിട്ടുന്നത്. എന്നിട്ട് T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. T2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എക്സ്പെരിമെൻറ്റിൽ ആ ലോവർ തെർമോമീറ്ററിൻ്റെ സ്റ്റഡി ടെമ്പറേച്ചറാണ്. അതിന് നേരെ ലൈൻ വരയ്ക്കണം. എന്നിട്ട് അവിടെ ആ ലൈൻ വന്ന് ഈയിൽ കൂട്ടിമുട്ടും. ഈയിലുള്ള റേറ്റ് ഓഫ് കൂളിംഗ് കാണണം. റേറ്റ് ഓഫ് കൂളിംഗ് കാണാൻ അവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. BCD എന്നൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യണം. ആ ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ സൈഡ് രണ്ടും രണ്ട് ആക്സിനും പാരലായിരിക്കണം. താഴത്തെ സൈഡ് താഴത്തെ ആക്സിന് പാരലായിരിക്കണം. ആ വെർട്ടിക്കൽ ലൈൻ വെർട്ടിക്കൽ ആക്സിന് പാരലായിരിക്കണം. T2 ആ BCയുടെ നടുക്ക് ഏകദേശം നടുക്ക് വരികയും ചെയ്യണം. ആ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ BCയുടെ നടുക്ക് വരുന്ന പോലെ ആണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ട്രയാങ്കിൾ വലുതോ ചെറുതോ വരയ്ക്കാം. കണ്ടീഷൻ അവയുടെ സൈഡ് ആക്സികൾക്ക് പാരലായിരിക്കണം. എന്നിട്ട് BC-CD നോട്ട് ചെയ്യണം. BC-CD എന്നുള്ള ദൂരം, BC നമ്മൾ ഡിഗ്രിസിയിലും BD നമ്മൾ മിനിറ്റിൽ നോട്ട് ചെയ്യണം. ആ മിനിറ്റിന് സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യണം 60 കൊണ്ട് വിളിച്ചിട്ട്. എന്നിട്ട് dt/dt BC/CD എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. വേറെയും ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ട്രയാങ്കിൾ വരച്ചിട്ട് വീണ്ടും റേറ്റ് ഓഫ് കൂളിംഗ് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ വാല്യൂ ആണ് നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ dt/dt കാണുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ട്. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ സെക്കൻഡ് പാർട്ടിൽ dt/dt കാണുമ്പോൾ, റേറ്റ് ഓഫ് കൂളിംഗ് കാണുമ്പോൾ, ഈ ലോ ഡിസ്ക് മാത്രമാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ വശവും അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ താഴത്തെ വശവും കർവ്ഡ് സൈഡ് മാത്രമേ വായുവിലേക്ക് എക്സ്പോസ് ചെയ്യുന്നുള്ളൂ. അപ്പർ സൈഡിൽ കാർഡ്ബോർഡ് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് റേഡിയേഷൻ ഉണ്ടാകില്ല. ഫസ്റ്റ് പാർട്ടിൽ ലോവർ ഡിസ്ക് ഡിയുടെ അപ്പർ സൈഡിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തില്ല. കർവ്ഡ് ആൻഡ് ലോവർ സൈഡാണ് എമിറ്റ് ചെയ്യുന്നത്. To find dt/dt, the specimen is removed and the lower disk is placed in contact with the steam chamber till its temperature becomes 10 degrees above T2. The steam chamber is then removed and the disk is allowed to cool. A stopwatch is started and time temperature observation is done at an interval of half a minute. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൈം ടെമ്പറേച്ചർ ഒബ്സർവേഷൻ നടത്തണം അര മിനിറ്റ് ഇടവിട്ട്. ഇതിനെ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. A graph is plotted with the time along the x-axis and temperature along the y-axis corresponding to T2. A line is drawn parallel to x-axis to meet the curve at E. The slope of the curve at E is dt/dt equal BC/CD is determined. ഇതിങ്ങനെ കണ്ടുപിടിക്കുക. ഇനി അതിൻ്റെ കറക്ഷനാണ് വേണ്ടി വരുന്നത്. അതിനൊരു കറക്ഷൻ വേണ്ടി വരും. എന്താണ് കറക്ഷൻ എന്ന് നോക്കുക.
during the first part of this experiment, the curved surface and the two flat surfaces of the disc radiate heat. First partil lower side curved surface മാത്രം radiate ചെയ്യും. But in the second part of the experiment, the curved surface and one of the flat surfaces. But in the first part of the experiment, the curved surface and one of the flat surfaces alone radiate heat. Therefore, actual rate of cooling is given by dT/dt actual. dT/dt യഥാർത്ഥത്തിലുള്ളത് equal to dT/dt നമുക്ക് കിട്ടിയത് into pi r square 2πRh by 2πr² plus 2πRh. ആദ്യം റേഡിയേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് താഴത്തെ സർക്കുലർ ഏരിയ പൈ ആർ സ്ക്വയർ, കർവ്ഡ് ഫേസിൻ്റെ ഏരിയ 2πRh. രണ്ടാമത്തെ കേസിൽ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് 2πr² plus 2πRh. താഴെ മുകളിലും സർക്കുലർ ഫേസസ്, പിന്നെ കർവ്ഡിൻ്റെ ഏരിയ 2πRh. അറിയാമല്ലോ, ഒരു സിലിണ്ടറിക്കൽ ബോഡിയുടെ കർവ്ഡ് സർഫസ് ഏരിയ 2πRh ആണ്. അപ്പോൾ അതിൽ നിന്നൊരു കോൺ ഫാക്ടർ വെട്ടിപ്പോയാൽ നമുക്ക് dT/dt ആക്ച്വൽ കിട്ടുന്നത് dT/dt ഇൻറ്റു r plus 2h by 2r plus 2h. ഈ വാല്യൂ ആണ് നമ്മുടെ ആദ്യത്തെ ഫോർമുല. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഫോർമുല ആണ്. Substitute this value in equation number 1, we get k into pi r square into T1 minus T2 by D. D കാർഡ്ബോർഡിൻ്റെ തിക്നെസ് ആണ്, ബാഡ് കണ്ടക്ടറിൻ്റെ തിക്നെസ് ആണ്. K into pi r square into T1 minus T2 by D is equal to mc into dT/dt into r plus 2h by 2r plus 2h. Thus K is determined. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഴുതി പഠിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ബാഡ് കണ്ടക്ടർ. ഡിസ്ക്രൈബ് the least discrete method of determining thermal conductivity of a bad conductor. That is all with your 6th lecture on thermal physics. Thank you very much.